അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. ഖുർആൻ പഠനം 51. സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തെ സൂക്തമായ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നതിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് അർഹരായിട്ടുള്ളവരല്ലാത്തവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് പറയുമ്പോൾ ദേഷ്യത്തിന് അർഹരായ ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ദേഷ്യം ലഭിച്ചിട്ടുള്ള വിഭാഗത്തിൻ്റെ പ്രതീകമാണ് ജൂതന്മാർ എന്ന് പറയുന്നത് എന്ന് നാം പറഞ്ഞു. അതിൻ്റെ കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ എന്താണോ നിർദ്ദേശിക്കുന്നത്, ആ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളെ മുഖവിലക്കെടുക്കുന്നതിന് പകരം അവർ ധിക്കാരവും നന്ദികേടും കാണിച്ച് മുന്നോട്ട് പോയതാണ് അവർക്ക് അള്ളാഹുവിൻ്റെ ദേഷ്യമുണ്ടാകാൻ കാരണം എന്ന് ഖുർആൻ പറയുന്നു. പല കാരണങ്ങളും അതിനുണ്ട്. ഉദാഹരണമായി നിങ്ങൾ നോക്കൂ, ഒരു ഉദാഹരണം സൂറത്തുൽ ബഖറ 2-ാം അധ്യായത്തിൻ്റെ 58-59 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം. വഇദ് ഖുൽനാ ദഖുലൂ ഹാദിഹിൽ ഖറിയത ഫകുലൂ മിൻഹാ ഹൈസു ശിഅ്തും റഗദൻ വദ്ഖുലുൽ ബാബ സുജ്ജദാ വഖൂലൂ ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാകും വസനസീദുൽ മുഹ്സിനീൻ ഫബദ്ദല الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. ഈ തീഹ് മരുഭൂമിയിൽ ഫറോവയിൽ നിന്നും അവൻ്റെ ആളുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സന്തോഷത്തോടെ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റൂല, കാരണം ഞങ്ങൾക്ക് പച്ചക്കറിയൊക്കെ വേണം. അങ്ങനെ അവരോട് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗമായിട്ടുള്ള അനുഗ്രഹീത ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അങ്ങനെ ആ ഗ്രാമത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വദ്ഖുലുൽ ബാബ സുജ്ജദൻ, തല കുനിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ കവാടം കടക്കാൻ എന്ന് അവരോട് അല്ലാഹു തആല പറഞ്ഞു. അതേപോലെ വഖൂലു ഹിത്തത്തുൻ, നിങ്ങൾ പടച്ചോനെ ഞങ്ങളുടെ പാപം പുറത്തു തരണേന്ന് ദ്വാർക്കണം എന്ന് അല്ലാഹു അവരോട് പറഞ്ഞു. എന്നാൽ നഗ്ഫിർ ലക്കും ഖതായാകും, നിങ്ങളുടെ ദോഷങ്ങൾ നാം പുറത്തു തരും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടും ഫബദ്ദലല്ലദീന ളലമു, അക്രമികളായ ആളുകൾ പകരമാക്കി ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാത്ത മറ്റൊരു വാക്കിനെ, ഏതായിരുന്നു അത് അവർ പറഞ്ഞത്? ഹിത്തത്തുൻ എന്ന് പറയാൻ പറഞ്ഞപ്പോ അവർ പറഞ്ഞത് ഹിന്തത്തുൻ എന്നാണ്. പഠിച്ചോനെ ഗോതമ്പ് കൂടെ വേണം, മനസ്സിലായില്ലേ? അതിന്റെ സംഭവം പിന്നീടുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ വഇദ് ഖുൽതും യാ മൂസാ ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദ് ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിതുൽ അർദു മിൻ ബഖലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ ഖാല തസ്തബ്ദിലൂന അല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ ഇഹ്ബിതു മിസ്റ ഫഇന്ന ലക്കും മാ സഅൽതും وضربت عليهم الذلة والمسكنة وباءوا بغضب من الله ذلك بأنهم كانوا يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. അൽ-ബഖറയുടെ 61-ാമത്തെ ആയത്തിൽ അതിന്റെ പശ്ചാത്തലം അല്ലാഹു തആല പറയുന്നുണ്ട്. അതായത് തീഹ് മരുഭൂമിയിൽ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മന്നും സൽവയും അൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നല്ല കട്ടിത്തേനും കാടപ്പക്ഷിയുടെ ഇറച്ചിയും ആ മരുഭൂമിയിൽ സമൃദ്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൈവിക ഭക്ഷണം എന്ന നിലക്ക് അവർക്ക് എത്തിച്ചു കൊടുത്തു. ആ ഭക്ഷണം കുറെ കഴിച്ചപ്പോൾ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, ലൻ നസ്ബിർ അലാ തആമിൻ വാഹിദ്, ഒരേ സൈസ് മെനു ശരിയാവൂല, ഈ മെനുവിൽ ഒരു ചേഞ്ച് വരുത്തണം, ഒരേ ഭക്ഷണം കൊണ്ട് ക്ഷമിക്കാനാകൂല. അതുകൊണ്ട് ഫദ്ഉ ലനാ റബ്ബക്, അല്ലാഹുവോട് നിങ്ങൾ ദ്വാർക്കൂ മൂസാ നബിയെ, യുഖ്രിജ് ലനാ മിമ്മാ തുംബിത്തുൽ അർദ്, ഭൂമി മുളപ്പിക്കുന്ന സാധനങ്ങൾ അല്ലാഹു തആല ഞങ്ങൾക്ക് ഉണ്ടാക്കി പുറപ്പെടുവിച്ചു തരട്ടെ. അതായത് ചീര, അതേപോലെ തന്നെ കക്കിരി, അതുപോലെ ഗോതമ്പ്, അതുപോലെ പയറ്, അതുപോലെ ഉള്ളി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കൂടി ഞങ്ങളുടെ മെനുവിൽ ആഡ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വാസ്തവത്തിൽ അല്ലാഹു തആല നൽകിയ ഒരു ദൈവിക ഭക്ഷണമാണ് മന്നും സൽവയും. അതിൽ തൃപ്തിയോടുകൂടെ അത് അംഗീകരിച്ച് നിൽക്കുന്നതിന് പകരം അവർ ഈ പച്ചക്കറി കൂടി ഇതിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ, ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണമാണ്, വളരെ ഉപകാരപ്രദമായ ഭക്ഷണമാണ് അല്ലാഹു തആല നൽകിയത്. അതിനു പകരം നിങ്ങൾ അതിനേക്കാൾ താഴ്ന്നത് ആവശ്യപ്പെടുകയാണോ പകരം? അതുകൊണ്ട് പച്ചക്കറി കിട്ടണമെങ്കിൽ അത് ഇവിടെ കിട്ടൂല, അത് ഈ തീഹ് മരുഭൂമി അതിന് പറ്റിയ സ്ഥലമല്ല, അതിന് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുള്ള ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന ആ ഭാഗത്തേക്ക് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അത് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അല്ലാഹു തആല നൽകിയത്
അവര് അതിന് പൊരുത്തപ്പെട്ട് നിൽക്കാത്തത് കൊണ്ട് ഒരുബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കനത്തു, അവരുടെ മേൽ നിന്ദതയും അതേപോലെ തന്നെ പതിത്വവും അടിക്കപ്പെടുകയും വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അള്ളാഹിന്റെ ദേഷ്യം കൊണ്ട് അവർ മടങ്ങുകയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തേ പറഞ്ഞതിന്റെ എതിര് ആണ് ഇവർ ചെയ്യുക. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ മരുഭൂമി മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ച് നന്നായി ജീവിക്കാൻ തീരുമാനിക്കേണ്ട ആ വിഭാഗം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ വന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല സഹായിച്ചത് ചെങ്കടലിൽ കടന്ന് അവർ രക്ഷപ്പെടുകയും ഫറോവയും അവന്റെ ആളുകളും ഒക്കെ ചെങ്കടലിൽ മുങ്ങി മരിക്കുന്ന അതിദയനീയമായ രംഗം അവർ നേരിട്ട് കാണുകയും ചെയ്ത ആൾക്കാരാ. എന്നിട്ടും അവര് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ആ നടക്കുന്ന സമയം ബിംബങ്ങൾ ആരാധിക്കുന്ന ചില ആളുകളെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് എന്താ? അവർ പറഞ്ഞത് യാ ഖാലു യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഇവർക്കൊക്കെ വേറെ കുറെ ദൈവങ്ങളുണ്ടല്ലോ, അതുപോലെ ദൈവങ്ങൾ ഞങ്ങൾക്കും വേണം. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ടും അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ വേണമെന്ന് ആവശ്യപ്പെടാൻ കാണിച്ച ആ ധാർഷ്ട്യം, അങ്ങനെ കുറെ കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ ദേഷ്യം ഉണ്ടായത്. അത്തരത്തിൽ പടച്ച തമ്പുരാന്റെ ദേഷ്യത്തിലേക്ക് എത്തിക്കുന്ന ദുസ്വഭാവങ്ങളൊന്നും തന്നെ ഈ അനുഗ്രഹീതരായ ആളുകളിൽ ഇല്ല എന്ന് ഉണർത്താനാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അതായത് നിന്റെ ദേഷ്യത്തിന് കാരണക്കാരായവരുടേതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. അപ്പൊ ഇവർ എന്തുകൊണ്ട് അനുഗ്രഹീതരായി? അള്ളാഹുവിന്റെ ദേഷ്യത്തിന് കാരണമാകുന്ന ഈ ജൂതന്മാരിൽ ഉണ്ടായതുപോലത്തെ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും തന്നെ ആരിലുണ്ടായിരുന്നില്ല, ഈ മുസ്ലിമീങ്ങളായിട്ടുള്ള ഈ ആളുകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കാനാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്നുണർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.